എന്താണ് ഈ സിഹിർ എന്ന് പറഞ്ഞാൽ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പുതിയ ജനറേഷൻ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് സിഹിർ എന്ന് പറഞ്ഞാൽ. സിഹിർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്. എന്താണ് ഈ ബ്ലാക്ക് മാജിക്? ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? എന്തുകൊണ്ടാണ് സിഹിറിൽ ആളുകൾ വിശ്വസിക്കാത്തത് അല്ലേ? അതായത് എന്താണ് സിഹിർ, എന്തുകൊണ്ടാണ് ഇതിൽ ആളുകൾ വിശ്വസിക്കാത്തത്? ഇത് പല ആളുകളുടെയും സംശയമാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഇതിൻ്റെ വീഡിയോസുകൾ കാണുമ്പോൾ ഇതുണ്ടോ, എന്താണ് ഇതിൻ്റെ ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു കാഴ്ചപ്പാട് എല്ലാവർക്കും, ഒരു ചിന്ത എല്ലാവരും ചിന്തിക്കും. ചില ആളുകൾ, കൂടുതലും ആളുകൾ ഇതിൽ വിശ്വസിക്കാത്തവരുണ്ട്, വിശ്വസിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞാൽ സംഭവം സിഹിർ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. മുത്തുനബിക്ക് വരെ സിഹിർ ബാധിച്ചു. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഷിബിലി കുടിക്കുന്ന ചായ, ആ ചായ നീ അതെന്താണ് കുടിക്കുന്നത് എന്നുള്ളത് ചായയാണ് അല്ലെങ്കിൽ കോഫിയാണ്, അതെത്ര പൊലിപ്പിച്ച് ചിന്നോട് പറയാണ് അത് അടിപൊളി ചായ കേട്ടോ എന്ന് എത്ര പറഞ്ഞാലും എനിക്കതിൻ്റെ മധുരോ ടേസ്റ്റ് ഒന്നും കിട്ടൂല അല്ലേ? നീ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ അതിലപ്പുറം എനിക്കൊന്നുമില്ല. പക്ഷെ നീ ഇത് അനുഭവിക്കുന്ന ആളാണ് അല്ലേ? ഇതാണ് ഏറ്റവും വലിയ സത്യം. അനുഭവിക്കുന്നവനേക്കാൾ വലിയ സത്യം വേറെ ഇല്ല. സിഹിർ ബാധിച്ച് ഇതുകൊണ്ട് ജീവിതം തകർന്ന്, ബിസിനസ് തകർന്നു, സ്വത്ത് എല്ലാം നശിച്ച്, ദാമ്പത്യ ജീവിതം തകർന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹം, ഈ രീതിയിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരാളുണ്ടല്ലോ സിഹിർ ബാധിച്ചിട്ട്, അവനേക്കാൾ വലിയ സത്യം ഉദാഹരണത്തിന് വേറെ കൊടുക്കാനില്ല. ഇതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം അതന്നെ. കാരണം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, അവരാണ് ഇതിന് ഏറ്റവും വലിയ അനുഭവം. നമ്മൾ പറയാം അനുഭവം ഗുരു. അതെ അതെ, അതാണ് ഏറ്റവും വലിയ സത്യം. സംശയിക്കുന്നവരും ഇതില്ലാന്ന് പറയുന്നവരും ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് വരെ അവരിതിൽ വിശ്വസിക്കില്ല. അവർക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സംശയമില്ല, അവരും ഇതിലെന്താവും വിശ്വസിക്കും.